ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി ജെ പിയോട് കുറച്ചുകൂടി അടുത്ത് വരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ഇലക്ഷൻ ഒരു എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനുവേണ്ടി ശ്രമങ്ങൾ ബി ജെ പി കൃത്യമായി അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണല്ലോ പാലക്കാട് റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായും പരാജയപ്പെട്ടല്ലോ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ബി ജെ പിയുടെ ഈ ക്രിസ്ത്യൻ സ്നേഹം വാസ്തവത്തിൽ കാപട്യമാണെന്ന് അവർക്കറിയാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് വല്ലാതെ സ്നേഹം അനുഭവിക്കുന്ന അതേ സമയത്താണ് കേസരിയിലും ജന്മഭൂമിയിലുമൊക്കെ അതിനിശ്ചിതമായി ക്രൈസ്തവ വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വന്നിട്ടുള്ളത്. മിഷണറിമാരെ ആക്ഷേപിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് പോലും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഇരട്ട മുഖം കാണിക്കാൻ പറ്റുക? മണിപ്പൂർ എങ്ങനെയാണ് മറക്കാൻ പറ്റുക? ഇപ്പോഴും മണിപ്പൂർ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മണിപ്പൂരിൽ പിന്നെന്താ, ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടല്ലേ പറയുന്നത്? അല്ല, അതാണല്ലോ യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈംസ് പോലും മണിപ്പൂരിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ക്രൈസ്തവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ക്രൈസ്തവർക്ക് ഇവരുടെ ഈ കേക്ക് കൊണ്ടുപോയാലൊന്നും വീഴുന്നവരല്ല ക്രൈസ്തവർ. അപ്പോൾ അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള യുക്തിയും രാഷ്ട്രീയ ബോധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ഒരു വോട്ട് പോലും, ക്രൈസ്തവ വോട്ട് പോലും കൃഷ്ണകുമാറിന് കിട്ടായിരുന്നത്. ക്രിസ്ത്യൻ വോട്ടൊന്നും ബി ജെ പി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാട്ടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് UDF വോട്ട് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരുടെ ഏറ്റവും വലിയ അലിഗേഷൻ എന്താ? മുസ്ലിം കൺസോൾട്ടേഷൻ ടുവേർഡ്സ് കോൺഗ്രസ് എന്നുള്ളതല്ലേ ഒരു അലിഗേഷൻ. കൽപ്പാത്തിയിൽ എന്താ ഉണ്ടായത്? കൽപ്പാത്തിയിൽ കോലിട്ടതൊക്കെ SDPക്കാരാണ്? അല്ലല്ലോ. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ഉള്ള സ്ഥലത്ത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്ത് മുഴുവൻ എന്താ പറയുക, വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതല്ലേ. എന്താ ഉണ്ടായത്? പുത്തൂര് എന്താ ഉണ്ടായത്? നമ്മുടെ അമൃതാനന്ദമയിയുടെ മടക്കുള്ള ആ ഭാഗമൊക്കെ എന്താ ഉണ്ടായത്? മൂത്താന്തറയിലും വടക്കന്തറയിലും 2000 വോട്ടാണ് വർദ്ധിച്ചത് UDFന്. ബൂത്തിലിരിക്കാൻ ആളെ കിട്ടാത്ത സ്ഥലം ആലോചിക്കണം. മറ്റെതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാതെ രാവിലെ 10 മണി കഴിഞ്ഞാൽ ബൂത്തിലിരിക്കുന്നവരെ നിർബന്ധിച്ച് ഇറക്കി വിട്ട് കള്ള വോട്ട് ചെയ്തിരുന്ന സ്ഥലമാണ്. ആ 10-15 ബൂത്തുകളിൽ 2000 വോട്ട് UDFന് വർദ്ധിച്ചു. എങ്ങനെ വർദ്ധിച്ചു? അപ്പോൾ പാലക്കാട്ടെ ജനത ഒന്നടങ്കം BJP രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞു. ഒന്നടങ്കം. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്തിനാ പറയുന്നത്? അവിടെ ഞാൻ ഉയർത്തിയ രാഷ്ട്രീയം, BJPക്കെതിരായി നടത്തിയ വിമർശനം, അത് BJP പ്രവർത്തകർ നല്ലൊരു പരിധിവരെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം അവിടെ നടന്നിട്ടുള്ള ഇലക്ഷൻ പ്രചരണം, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ K ശ്രീകണ്ഠൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട KPCC പ്രസിഡൻറ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ DC പ്രസിഡൻ്റൊക്കെ നേതൃത്വത്തിലുള്ള വളരെ മികവാർന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് UDFൻ്റെ പ്രവർത്തകർക്ക്, PK ഫിറോസ്, അതുപോലെ തന്നെയുള്ള ലീഗിൻ്റെയൊക്കെ നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്.